Hi dear friends, welcome to our next video. Our next video, how to update opening balance. നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് നമ്മൾ ക്ലോസിംഗ് ബാലൻസ് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യും? നമ്മൾ മാനുവലി എല്ലാ ലെഡ്ജേഴ്സും ക്ലോസ് ചെയ്യുന്നു. അതല്ലെങ്കിൽ നമ്മൾ സ്റ്റോക്ക് ഐറ്റം ഫിസിക്കലി കൗണ്ട് ചെയ്യുന്നു. ആഫ്റ്റർ കൗണ്ടിങ് ദ ഫിസിക്കൽ സ്റ്റോക്ക് ഐറ്റംസ്, then we decided to how much our godowns details, which category, which group, these are created in Tally. Then create a stock item and give the stock, number of stock, how much stock in hand, then enter into Tally. Hello, update closing balance. Closing stock balance നമുക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടെ മാനുവലി നമ്മൾ ഒരു ഫിസിക്കൽ കൗണ്ടിങ് ചെയ്യുന്നു. എല്ലാ സ്റ്റോക്കുകളും ക്ലോസ് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം നമ്മൾ കൗണ്ട് ചെയ്തെടുത്ത റേറ്റ്, അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി, അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്റ്റോക്കിൻ്റെ ക്വാണ്ടിറ്റിയും അതിൻ്റെ കറക്റ്റ് റേറ്റും നമുക്കറിയണം. ടാക്സ് റേഷ്യോ, എത്ര റേഷ്യോയിലുള്ള ഐറ്റംസ് ആണെന്നുള്ളത് നമ്മൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗോഡൗൺസ്, ഏതൊക്കെ ഗോഡൗണിലെ സ്റ്റോക്കാണോ ആ ഗോഡൗണിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഗോഡൗൺ അഡ്രസ്സ് കൊടുക്കണം, ക്രിയേറ്റ് ചെയ്ത് വെക്കണം. കാറ്റഗറൈസ് തിരിച്ചിട്ടുണ്ടെങ്കിൽ കാറ്റഗറീസിന് ഗ്രൂപ്പുകൾ കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റോക്ക് ഗ്രൂപ്പായിട്ട് ക്രിയേറ്റ് ചെയ്യണം. യൂണിറ്റ് ഓഫ് മെഷേഴ്സ് ക്രിയേറ്റ് ചെയ്ത് സ്റ്റോക്ക് ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ ഇപ്പം ഞാനൊരു എക്സാമ്പിൾ ഇട്ടിരിക്കുന്നു. മെയിൻ ഗോഡൗൺ, നമുക്ക് ഗോഡൗൺ ഏതാണോ, ഇവിടെ ഞാൻ മെയിൻ ഗോഡൗൺ എന്നാണ് ഇട്ടാൽ നമ്മളെ ഗോഡൗൺ ഏതാണോ ആ ലൊക്കേഷൻ അഡ്രസ്സും ഇട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നു. ഇവിടെ ഞാൻ കാറ്റഗറി ഹൗസ് ഹോൾഡ് എന്നുള്ളൊരു കാറ്റഗറി ക്രിയേറ്റ് ചെയ്തു. ഗ്രൂപ്പ് അയൺ ബോക്സ്, നമുക്കിപ്പോൾ അയൺ ബോക്സ് ആണ്, അയൺ ബോക്സ്, ഫ്രിഡ്ജാണ് ഫ്രിഡ്ജ് എന്ന് കൊടുത്തിട്ട് ഓരോ കമ്പനിയുടെയും സെപ്പറേറ്റ് കൊടുക്കാം. അതേത് രീതിയിലാണോ ഗ്രൂപ്പൈസ് ചെയ്യുന്ന ആ ഗ്രൂപ്പ് അഡ്രസ്സ് കൊടുക്കുക. ഇവിടെ ഞാൻ അയൺ ബോക്സ് എന്നുള്ളത് കൊടുത്ത എല്ലാ അയൺ ബോക്സൊക്കെ നമുക്കതിനകത്ത് കിട്ടും. എന്നിട്ട് നമ്മൾ ഇവിടെ കൊടുത്തത് നമ്പർ 1 കൊടുത്തു. അയൺ ബോക്സ് ഫിലിപ്സിൻ്റെ അയൺ ബോക്സ് ആയതുകൊണ്ടാണ് ഞാൻ BH എന്ന് കൊടുത്തത്. അയൺ ബോക്സ് PH മോഡൽ 245 എന്നൊരു മോഡൽ ഐറ്റം ഉണ്ട്. പിന്നെ നമ്മൾ അയൺ ബോക്സ് ബജാജിൻ്റെ ഉണ്ടാകുന്നത് ഞാൻ BJ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കൊടുത്തു. അതിൻ്റെ മോഡൽ 101. നമുക്ക് മോഡലൊക്കെ ഉണ്ട്, ആ മോഡലോട് കൂടി അടിച്ചു കൊടുക്കുക. 1, 2, 3, 4 മെത്തേഡിൽ നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പം ഞാൻ 2 എക്സാമ്പിളായിട്ട് കൊടുത്തു. ഗോഡൗൺ എക്സാമ്പിൾ, ഹൗസ് ഹോൾഡ് എന്ന കാറ്റഗറി, അയൺ ബോക്സ് എന്നൊരു ഗ്രൂപ്പ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് ടാലിയിൽ എങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫിസിക്കലെല്ലാം കറക്റ്റ് ചെയ്തു, ലെഡ്ജേഴ്സ് എല്ലാം ക്ലോസ് ചെയ്തു, സ്റ്റോക്ക് കൗണ്ട് ചെയ്തു. ആഫ്റ്റർ കൗണ്ടിങ് ആൻഡ് ക്ലോസിങ് ദ ലെഡ്ജേഴ്സാണ് അക്കൗണ്ട് ഇൻഫോയിൽ. ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് ആ ഡേറ്റ് വെച്ച് ക്ലോസ് ചെയ്ത് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ ഏത് കിടക്കും. അപ്പോൾ 25 വരും. April 1 നമുക്കിവിടെ ഓപ്പണിംഗ് ബാലൻസ് അപ്ഡേറ്റ് ചെയ്യാം. ഇൻവെൻട്രി ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് അപ്ഡേറ്റ് ചെയ്യാൻ, അഥവാ ക്ലോസിംഗ് ബാലൻസ് അപ്ഡേറ്റ് ചെയ്യാൻ നമ്മൾ ഇൻവെൻട്രി ഇൻഫോയിലേക്ക് എത്തുന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഗോഡൗണിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നു. കാറ്റഗറി ഹൗസ് ഹോൾഡ് എന്നുള്ളത് ക്രിയേറ്റ് ചെയ്യുന്നു. സ്റ്റോക്ക് ഗ്രൂപ്പ് അയൺ ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റോക്ക് ആയിട്ട് യൂണിറ്റ് ഓഫ് മെഷേഴ്സ് നമ്പേഴ്സായിട്ട് നമ്മൾ കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്തു. സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യാനായിട്ട് വരുമ്പോഴാണ് നമ്മൾ ക്രിയേഷൻ സ്ക്രീൻ എടുത്ത് സ്റ്റോക്ക് ഐറ്റം കൊടുക്കും. ഇവിടെ ഹിയർ ലുക്ക് ഹിയർ നെയിം അയൺ ബോക്സ് BH എന്ന് 4, 5, 6 എന്ന് കൊടുത്തു. ബജാജ് അത് ഹൗസ് ഹോൾഡ് ഐറ്റംസ് എന്നുള്ളതിനാണ് H കൊടുത്തതും. ബജാജ് എന്നുള്ളത് ഹൗസ് ഹോൾഡിന് H കൊടുത്തു. ഒരു കോഡ് ഞാൻ കൊടുത്തു, നിങ്ങൾക്ക് പ്രൊഡക്റ്റിൻ്റെ കോഡ് കൊടുക്കാം. അത് കഴിഞ്ഞ് അലിയാസിനകത്ത് നിങ്ങൾക്ക് വേറെ അതിൻ്റെ മോഡൽ അതൊക്കെയാണെന്നോ അല്ലെങ്കിൽ എക്സ്ട്രാ അതയുടെ ഏതാണെന്നോ അതൊക്കെ കൊടുക്കാം. അത് കഴിഞ്ഞ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അയൺ ബോക്സിൻ്റെ പ്രത്യേകതകൾ നിങ്ങൾക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അയൺ ബോക്സ് ഏതാണ്? അണ്ടർ ഗ്രൂപ്പ്സ് വന്നു. അയൺ ബോക്സ് ആണ് ഗ്രൂപ്പ്സ്. കാറ്റഗറി ഹൗസ് ഹോൾഡാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ സൈഡിൽ ലിസ്റ്റ് വരും, അതിൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് യൂണിറ്റ് ഓഫ് മെഷേഴ്സ് നമ്പേഴ്സാണ്. ഇവിടെ ഡെസറുണ്ട്, ഗ്രാമുണ്ട്, കിലോയുണ്ട്, നമ്പേഴ്സാണ്. അത് കഴിഞ്ഞ് അൾട്ടേഡ് യൂണിറ്റില്ല, നമ്പർ ബേസിൽ പോകുന്നു. നോട്ട് ആപ്ലിക്കബിൾ കൊടുത്ത് റേറ്റ് ഓഫ് ഡ്യൂട്ടി 5%, ഞാൻ 5 ഇട്ടതാണ്. കറക്റ്റ് റേറ്റ് റേഷ്യോ കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ക്വാണ്ടിറ്റി, ഓപ്പണിംഗ് ബാലൻസ് ഇപ്പം നമ്മൾ ക്ലോസ് ചെയ്തത് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ഇടുവാണ്. ഇപ്പം നമ്മൾ ഈ 12 സ്റ്റോക്ക് ഉണ്ട്. അത് കഴിഞ്ഞിട്ട്
12 സ്റ്റോക്ക്. ആ സ്റ്റോക്ക് എൻട്രി ചെയ്തപ്പം തന്നെ ചോദിച്ചു ഏത് ഗോഡൗണിലാണ് അലോക്കേഷൻ ഇൻഫർമേഷൻ കൊടുക്കണം. ഗോഡൗൺ ഫസ്റ്റിലാണ് ഇരിക്കുന്നത്, സെൻറ്റർ 1ലാണ് ഇരിക്കുന്നത്. നമ്മൾ ക്വാണ്ടിറ്റി 12 നമ്പേഴ്സ്, ദെൻ റേറ്റ് അപ്പം 825. ഇതിൻ്റെ നമ്മൾ വിത്തൗട്ട് ടാക്സ് റേറ്റ് നമ്മൾ കൊടുത്തു. പെർ നമ്പേഴ്സ് 900 എമൗണ്ട് വന്നു. ഓക്കെ, ഇപ്പം നമ്മൾ ആ ഒരു ഐറ്റത്തിൻ്റെ കോസ്റ്റ് വാല്യൂ ആണ് നമ്മളിവിടെ കൊടുത്തത്. ഓക്കെ, അക്സെപ്റ്റ് ചെയ്തു. നെക്സ്റ്റ് വൺ അയൺ ബോക്സ് ഫിലിപ്സിൻ്റെ 1015 എന്നൊരു ഐറ്റമാണ്. അത് നമ്മൾ എൻ്റർ ചെയ്തു. അപ്പോൾ അവിടെ തന്നെ ഡീറ്റെയിൽസ് കൊടുത്തു. അയൺ ബോക്സ് ഗ്രൂപ്പ്, കാറ്റഗറി ഹൗസ് ഹോൾഡ്, യൂണിറ്റ്സ് നമ്പേഴ്സ്, ആൾട്ടേഡ് യൂണിറ്റ്സ് ഇല്ല, നമ്പർ, ടാക്സ് റേഷ്യോ എത്രയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഏത് പ്രോഡക്റ്റ് ആയാലും ടാക്സ് റേഷ്യോ കൊടുക്കുക. ക്വാണ്ടിറ്റി ഇപ്പം നമ്മൾ ഇരിക്കുന്ന ക്ലോസിങ് സ്റ്റോക്ക് എത്രയാണ് അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് ഏത് ഗോഡൗണിലേക്കാണ് ഇരിക്കുന്നത് 23 എന്ന് കൊടുത്തു. അതിൻ്റെ റേറ്റ് നമ്മൾ കൊടുത്തു 1230 രൂപ. ഓക്കെ, അപ്പോൾ അതന്നെ ഇവിടെ സ്റ്റോക്ക്. ഇങ്ങനെയാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓപ്പണിംഗ് ബാലൻസ് കണ്ട സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്ത്. ഓക്കെ, അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അവിടെ റിപ്പോർട്ട്സിനകത്ത് എസ് കൊടുത്ത സ്റ്റോക്ക് സമ്മറി ഉണ്ട്. സ്റ്റോക്ക് സമ്മറി വന്നു. അതിനകത്ത് ഗ്യാസ് സ്റ്റൗ എന്നുള്ള ഗ്രൂപ്പ് എടുത്ത് അയൺ ബോക്സ് കിടക്കുന്നു, ഗ്യാസ് സ്റ്റൗ കിടക്കുന്നു, അയൺ ബോക്സ് കിടക്കുന്നു. നമ്മളെ ഗ്രൂപ്പാണ് അയൺ ബോക്സ് എന്നുള്ളത് എടുത്തു. ഓക്കെ, ലുക്ക് ദെയർ. അയൺ ബോക്സിനകത്ത് നമുക്കിവിടെ നമ്മൾ കൊടുത്ത അയൺ ബോക്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഞാൻ അപ്ഡേറ്റ് ചെയ്ത 12 നമ്പേഴ്സ് ഏതാണ്? അയൺ ബോക്സ് BH 12 നമ്പേഴ്സ് കൊടുത്തു 825 റേറ്റിൽ. പിന്നെ 23 കൊടുത്തത് ഈ ഐറ്റംസ് അല്ലേ. അയൺ ബോക്സ് ഫിലിപ്സ് 1015 എന്നുള്ളൊരു ഐറ്റം ഉണ്ട്. അത് ഞാൻ 23 ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്, 1230 രൂപ കൊടുത്ത് അതും വന്നു. ഓക്കെ, ഇതുപോലെ നമുക്ക് സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യാൻ്റെ വാല്യൂ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൊടുത്ത് അത് ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഇത് 1 by 1 ആയിട്ട് കൊടുക്കുന്നതിന് പകരം നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പം മൾട്ടി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പ് ഐറ്റം ഇവിടെ നമുക്ക് വേണ്ടത് അയൺ ബോക്സ് എന്നുള്ളത് ഗ്രൂപ്പാണ് അവിടെ വരേണ്ടത്. നമ്പർ അയൺ ബോക്സ് എന്ന ഗ്രൂപ്പ് സെലക്ട് ചെയ്യുന്നു. നമ്മൾ 1 by 1 ആയിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് ഒരു 1 by 1 ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് നെയിം അടിച്ചു കൊടുക്കുന്നു, അണ്ടർ ഗ്രൂപ്പ് അടിച്ചു കൊടുക്കുന്നു, കാറ്റഗറി അടിച്ചു കൊടുക്കുന്നു, റേറ്റ് അടിച്ചു കൊടുക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കാറ്റഗറി, ഓപ്പണിംഗ് ബാലൻസ്, റേറ്റ്, പെർ എമൗണ്ട്. അപ്പോൾ ഇവിടെ 1 by 1 ആയിട്ട് താഴെ ഇൻപുട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ പ്രത്യേകത ടാക്സ് റേഷ്യോ കൊടുക്കാൻ പറ്റില്ല, ഗ്രൂപ്പായിട്ട് അടിച്ചു കൊടുക്കും. ഇവിടെ നമ്മൾ അണ്ടർ അയൺ ബോക്സിൻ്റെ ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിനകത്ത് നമ്പർ ഓഫ് ഐറ്റംസ് 1 by 1 ആയിട്ട് ഇൻപുട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഇടാൻ ഇയർ എൻഡാണ്. ക്ലോസ് ചെയ്തിട്ട് ഓപ്പണിംഗ് ബാലൻസ് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ലെഡ്ജേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ലെഡ്ജേഴ്സ് ആണെങ്കിലും ഗ്രൂപ്പ് ബേസും മൾട്ടിപ്പിളും സിംഗിൾ മെത്തേഡും ഉണ്ട്. രണ്ട് രീതിയിലും അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു, ബൈ.